എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈ നൈട്രജൻ ഉപയോഗിച്ചുള്ള ബാഷ്പീകരണവും കണ്ടൻസറും മറ്റും എങ്ങനെ വൃത്തിയാക്കാമെന്നും ഫ്ലഷ് ചെയ്യാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. ഒരു പരമ്പരാഗത റെഫ്രിജറേറ്ററിൽ നിന്ന് ഘടകങ്ങൾ പുറത്തെടുക്കുക. 2. ഡ്രൈ നൈട്രജൻ ഉപയോഗിച്ച് കണ്ടൻസർ കോയിൽ വൃത്തിയാക്കി ഫ്ലഷ് ചെയ്യുക. 3. ഒരു ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ച് കണ്ടൻസറും ബാഷ്പീകരണ കോയിലുകളും ഉണക്കുക. ഈ എക്സസൈസ് പ്രായോഗികമാക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും ടൂളുകളും നമുക്ക് ശേഖരിക്കാം. ഫ്ലെയറിംഗ് ബ്ലോക്കും യോക്കും 4.7 മില്ലിമീറ്റർ മുതൽ 16 മില്ലിമീറ്റർ വരെ ഒരു സെറ്റ്. സ്വേജിംഗ് ടൂൾ സെറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൂൾസ് വ്യത്യസ്ത തരത്തിലുള്ളത് 4/1 ഇഞ്ച് മുതൽ 8/5 ഇഞ്ച് വരെ. ഹാമർ ബോൾ പിൻ 220 ഗ്രാം ഒരെണ്ണം. മെഷറിംഗ് ടേപ്പ് 2 മീറ്റർ ഒരെണ്ണം. ട്യൂബ് കട്ടർ 3 മില്ലിമീറ്റർ മുതൽ 16 മില്ലിമീറ്റർ വരെ വ്യാസം ഒരെണ്ണം. സ്പാനർ ഡബിൾ എൻഡ് 4.7 മുതൽ 16 മില്ലിമീറ്റർ വരെ ഒരെണ്ണം. കട്ടിംഗ് പ്ലെയർ 200 മില്ലിമീറ്റർ. നോസ് പ്ലെയർ 150 മില്ലിമീറ്റർ ഒരെണ്ണം. സ്ക്രൂ ഡ്രൈവർ 10 മില്ലിമീറ്റർ ടിപ്പ് മുതൽ 200 മില്ലിമീറ്റർ നീളം ഒരെണ്ണം. ഹോട്ട് എയർ ഗൺ ഒരെണ്ണം. ലൈൻ ടെസ്റ്റർ 500 വോൾട്ട് ഹെവി ഡ്യൂട്ടി ഒരെണ്ണം. ഗ്യാസ് വെൽഡിംഗ് സെറ്റ് ഒരെണ്ണം. നൈട്രജൻ റെഗുലേറ്റർ 2 സ്റ്റേജ് ഹാൻഡ് ഷട്ട് ഓഫ് വാൽവ് ഒരെണ്ണം. ഇൻസുലേഷൻ ടേപ്പ് ഒരെണ്ണം. സാൻഡ് പേപ്പർ ഒരെണ്ണം. നടപടിക്രമം. ടാസ്ക് 1. പരമ്പരാഗത റെഫ്രിജറേറ്ററിലെ ആന്തരിക ശുചീകരണത്തിനായി റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിന്ന് ബാഷ്പീകരണ കോയിലും കണ്ടൻസർ കോയിലും നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 1. റെഫ്രിജറേറ്ററിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുക. സ്റ്റെപ്പ് 2. റിലേ കവർ ക്ലിപ്പ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 3. കംപ്രസർ ടെർമിനലിൽ നിന്ന് റിലേ പതുക്കെ വലിക്കുക. സ്റ്റെപ്പ് 4. ടോർച്ച് ഫ്ലെയിം റീച്ചിൽ നിന്ന് വയർ ഹാർനസ് അസംബ്ലി അകറ്റി നിർത്തുക. സ്റ്റെപ്പ് 5. സർവീസ് സിലിണ്ടറിലെ റെഫ്രിജറന്റ് വീണ്ടെടുക്കുക. സ്റ്റെപ്പ് 6. ചുറ്റുപാടിൽ നിന്ന് റെഫ്രിജറന്റ് വാതകമുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ 5 മിനിറ്റ് അനുവദിക്കുക. സ്റ്റെപ്പ് 7. ടോർച്ച് ജ്വലിപ്പിച്ച് ന്യൂട്രൽ ഫ്ലെയിമിലേക്ക് ക്രമീകരിക്കുക. സ്റ്റെപ്പ് 8. ഡീബ്രേസ് സക്ഷൻ ലൈൻ ഔട്ട്ലെറ്റ് ഡ്രയറിൽ നിന്നുള്ള കാപ്പിലറി ട്യൂബ്. സ്റ്റെപ്പ് 9. കണ്ടൻസർ കോയിൽ മൗണ്ടിംഗ് ബ്രാക്കറ്റ് അഴിക്കുക. സ്റ്റെപ്പ് 10. ഫ്രിഡ്ജിൽ നിന്ന് കണ്ടൻസർ കോയിൽ വേർതിരിക്കുക. സ്റ്റെപ്പ് 11. ഉള്ളിൽ നിന്ന് ബാഷ്പീകരണ കോയിൽ വലിക്കാൻ പ്രാപ്തമാക്കുന്നതിന് മുകളിലെ ഹിഞ്ച് അഴിച്ചുകൊണ്ട് വാതിൽ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 12. ബാഷ്പീകരണ കോയിൽ മൗണ്ടിംഗ് ക്രമീകരണം പരിശോധിക്കുക. സാധാരണയായി മുൻഭാഗം 2 ബോൾട്ടുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു, പിൻഭാഗം ലോക്ക് ക്രമീകരണം. സ്റ്റെപ്പ് 13. മൗണ്ടിംഗ് ബോൾട്ട് നീക്കം ചെയ്യുക. ബാഷ്പീകരണം അൺലോക്ക് ചെയ്യുക. സ്റ്റെപ്പ് 14. ബാഷ്പീകരണത്തിൽ നിന്ന് തെർമോസ്റ്റാറ്റ് ബോൾട്ടുകൾ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 15. ഫ്രിഡ്ജിൽ നിന്ന് ബാഷ്പീകരണ യന്ത്രം പതുക്കെ വലിക്കുക. സ്റ്റെപ്പ് 16. ബാഷ്പീകരണ ഔട്ട്ലെറ്റിൽ നിന്ന് സക്ഷൻ ലൈൻ ഡീബ്രേസ് ചെയ്യുക. ബാഷ്പീകരണ കോയിലിന്റെ ഇൻലെറ്റിൽ നിന്ന് കാപ്പിലറി ട്യൂബ് ഡീബ്രേസ് ചെയ്യുക. സ്റ്റെപ്പ് 17. ബാഷ്പീകരണത്തിൽ നിന്നുള്ള സക്ഷൻ ലൈനും കാപ്പിലറി ട്യൂബും ഡീബ്രേസ് ചെയ്യുന്നതിന് മുൻപ് ബാഷ്പീകരണ കോപ്പർ അലൂമിനിയം ജോയിന്റുകളിൽ നനഞ്ഞ തുണി വയ്ക്കുക. സ്റ്റെപ്പ് 18. ഇപ്പോൾ ബാഷ്പീകരണ കോയിൽ കണ്ടൻസർ കോയിൽ ആന്തരിക വൃത്തിയാക്കലിനായി തയ്യാറാണ്. ടാസ്ക് 2. നൈട്രജൻ ഉപയോഗിച്ച് കണ്ടൻസറും ബാഷ്പീകരണ കോയിലും വൃത്തിയായി ഫ്ലഷ് ചെയ്യുക. സ്റ്റെപ്പ് 1. വയർ ബ്രഷ് ഉപയോഗിച്ച് കണ്ടൻസർ ബാഹ്യ ഉപരിതലം വൃത്തിയാക്കുക. സ്റ്റെപ്പ് 2. കോയിലിനായി 150 mm നീളമുള്ള 6.0 mm ട്യൂബ് മുറിക്കുക. സ്റ്റെപ്പ് 3. 150 mm കോപ്പർ ട്യൂബിന്റെ ഒരറ്റത്ത് 6.0 mm ഫ്ലെയർ നട്ട് തിരുകുക. ഫ്ലെയറിംഗ് ബ്ലോക്കിന്റെയും യോക്കിന്റെയും സഹായത്തോടെ 6.0 mm ഫ്ലെയർ ഉണ്ടാക്കുക. സ്റ്റെപ്പ് 4. ഫ്ലെയറിംഗ് ബ്ലോക്കിന്റെയും സ്വേജ് പഞ്ചിന്റെയും സഹായത്തോടെ 6.0 mm ബണ്ടി ട്യൂബ് അനുയോജ്യമായ രീതിയിൽ മാറ്റുക. സ്റ്റെപ്പ് 5. കണ്ടൻസർ കോയിൽ അല്ലെങ്കിൽ ബാഷ്പീകരണ കോയിലിന്റെ ബണ്ടി ട്യൂബിലേക്ക് സ്വേജ് ചെയ്ത ട്യൂബ് ചേർക്കുക. സ്റ്റെപ്പ് 6. ബ്രേസിംഗ് ചെയ്യുന്നതിന് മുൻപ് ചേരേണ്ട പ്രതലങ്ങൾ വൃത്തിയുള്ളതും ഓക്സിഡേഷൻ, അഴുക്ക് അല്ലെങ്കിൽ എമറി ഷീറ്റുകൾ ഉപയോഗിച്ച് ഗ്രീസ് പോലുള്ള മലിനീകരണം ഇല്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. സിൽവർ റോഡുകൾ ഉപയോഗിച്ച് ജോയിന്റുകൾ, ബണ്ടി ട്യൂബ്, കോപ്പർ ട്യൂബ് ബ്രേസ് ചെയ്യുക.
അനുയോജ്യമായ ഫ്ലെക്സ് ഉപയോഗിക്കുക. ശീതീകരണ സംവിധാനങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന വ്യത്യസ്ത വസ്തുക്കൾ ബ്രേസിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധാരണ ഫ്ലെക്സുകൾ. അവർ കോപ്പർ ടു കോപ്പർ, ചെമ്പ് മുതൽ അലൂമിനിയം, ചെമ്പ് മുതൽ ഉരുക്ക്, അലൂമിനിയം മുതൽ അലൂമിനിയം, അലൂമിനിയം മുതൽ സ്റ്റീൽ എന്നിവ. സ്റ്റെപ്പ് 7, ജോയിന്റ് ശരിയായി സിൽവർ റോഡ് കൊണ്ട് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 8, ചെറിയ കണ്ണാടി ഉപയോഗിച്ച് പരിശോധിക്കുക. എതിർവശവും ശരിയായി മൂടിയിരിക്കുന്നു. സ്റ്റെപ്പ് 9, ഫ്ലെയർ നട്ടിൽ 6 mm സ്ട്രെയിറ്റ് യൂണിയൻ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 10, ചാർജിംഗ് ഹോസ് പരിശോധിക്കുക. രണ്ടറ്റത്തും റബ്ബർ ബുഷുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 11, ഘടികാര ദിശയിൽ മുറുക്കി നൈട്രജൻ സിലിണ്ടറും ഹാൻഡ് ഷട്ട് ഓഫുമായി ചാർജിംഗ് ലൈനിന്റെ ഒരറ്റം ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 12, ചാർജിംഗ് ഹോസിന്റെ മറ്റേ അറ്റം കണ്ടൻസർ കോയിലിലെ ബാഷ്പീകരണ കോയിലിലെ സ്ട്രെയിറ്റ് യൂണിയനുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 13, ഡ്രൈ നൈട്രജൻ സിലിണ്ടർ റെഗുലേറ്റർ വാൽവ് സ്റ്റെം അഴിച്ച് കൈയടച്ച് വാൽവ് തുറന്നിടുക. സ്റ്റെപ്പ് 14, സിലിണ്ടർ കീ ഉപയോഗിച്ച് നൈട്രജൻ സിലിണ്ടർ വാൽവ് ആന്റി ക്ലോക്ക് വൈസ് സ്റ്റെം തുറക്കുക. സ്റ്റെപ്പ് 15, സിലിണ്ടർ പ്രഷർ ഉപയോഗിച്ച് സിലിണ്ടർ മർദ്ദം പരിശോധിക്കുക. സ്റ്റെപ്പ് 16, ഘടികാര ദിശയിൽ റെഗുലേറ്റർ സ്പിൻഡിൽ സാവധാനം തിരിക്കുക. പ്രഷർ ഗേജിന്റെ സഹായത്തോടെ 7.0 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർഡ് ഒഴുക്ക് നിലനിർത്തുക. സ്റ്റെപ്പ് 17, കണ്ടൻസർ ഔട്ട്ലെറ്റിൽ നിങ്ങളുടെ കൈ പിടിക്കുക. സ്റ്റെപ്പ് 18, വിരൽ വിടുന്നതിനേക്കാൾ കുറച്ച് നിമിഷങ്ങൾ വിരൽ കൊണ്ട് ഔട്ട്ലെറ്റ് വായ അടയ്ക്കുക. സ്റ്റെപ്പ് 19, എല്ലാ മലിനീകരണവും പുറത്തു വരുന്നതുവരെ പരമാവധി 5 മിനിറ്റ് മുകളിൽ പറഞ്ഞ നടപടിക്രമം ആവർത്തിക്കുക. കണ്ടൻസർ ബാഷ്പീകരണ കോയിലിന്റെ അവസാനം ക്യാപ്പ് ഫ്ലഷ് ചെയ്ത ശേഷം ഇപ്പോൾ കോയിലുകൾ കൂട്ടിച്ചേർക്കാൻ തയ്യാറാണ്. കണ്ടൻസർ കോയിൽ ഫ്ലഷ് ചെയ്യുന്നതിൽ ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയോ ദോഷകരമായി ബാധിക്കുകയോ ചെയ്യുന്ന ക്ലീനിംഗ് ലായനികൾ, രാസവസ്തുക്കൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെട്ടേക്കാം. കയ്യുറകൾ ധരിക്കുന്നത് ഈ പദാർത്ഥങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് നിങ്ങളുടെ കൈകളെ സംരക്ഷിക്കുന്ന ഒരു ശാരീരിക തടസ്സം നൽകുന്നു. ചർമ്മത്തിലെ പ്രകോപനം, മുറിവുകൾ അല്ലെങ്കിൽ ഉരച്ചിലുകൾ എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു. ടാസ്ക് 3, കണ്ടൻസറും ബാഷ്പീകരണ കോയിലും ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ച് ഉണക്കുക. സ്റ്റെപ്പ് 1, ഡയഗ്രം അനുസരിച്ച് നൈട്രജൻ സിലിണ്ടർ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 2, എയർ പ്രവേശനം ഒഴിവാക്കുന്നതിനായി ഉണക്കൽ പ്രവർത്തന സമയത്ത് നൈട്രജൻ കടത്തിവിടാൻ റെഗുലേറ്ററിൽ 0.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർഡ് ആയി നിയന്ത്രിക്കുക. സ്റ്റെപ്പ് 3, ഹോട്ട് എയർ ഗൺ ഓണാക്കുക. സ്റ്റെപ്പ് 4, ഗൺ പിടിച്ച് കണ്ടൻസർ കോയിൽ ചൂടാക്കുക. മുകളിൽ നിന്ന് താഴേക്ക്, വലത്തുനിന്ന് ഇടത്തേക്ക് 15 മിനിറ്റ്. ഹോട്ട് എയർ ഗണ്ണിന്റെ റേറ്റിംഗ് തുടരുന്നത് പരിശോധിക്കുക. സ്റ്റെപ്പ് 5, ഹോട്ട് എയർ ഗൺ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 6, ചാർജിംഗ് ഹോസ് നീക്കം ചെയ്യുക. അനുയോജ്യമായ ക്യാപ്പ് ഉപയോഗിച്ച് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് മൗത്ത് പ്ലഗ് ചെയ്യുക. സ്റ്റെപ്പ് 7, രണ്ടറ്റങ്ങളും അനുയോജ്യമായ ക്യാപ്പുകൾ ഉപയോഗിച്ച് പ്ലഗ് ചെയ്യുക. സ്റ്റെപ്പ് 8, ഇപ്പോൾ കണ്ടൻസർ കോയിൽ അസംബ്ലിംഗിന് തയ്യാറാണ്. റീക്യാപ്പ്: ഈ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തത്: 1, ഒരു പരമ്പരാഗത റെഫ്രിജറേറ്ററിൽ നിന്ന് ഘടകങ്ങൾ നീക്കം ചെയ്യുക. 2, ഡ്രൈ നൈട്രജൻ ഉപയോഗിച്ച് കണ്ടൻസർ കോയിൽ വൃത്തിയാക്കി ഫ്ലഷ് ചെയ്യുക. 3, ഒരു ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ച് കണ്ടൻസറും ബാഷ്പീകരണ കോയിലുകളും ഉണക്കുക.